തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛനമ്മമാരെ ധിക്കരിച്ചു പോകുമ്പോഴോ അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലോ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി പോകും. ഏറ്റവും കൂടുതൽ ഒരു നവദമ്പതികൾക്ക് വേണ്ടത് രണ്ട് കൂട്ടരുടെയും സപ്പോർട്ടാണ്. അതായത് ചെറുക്കൻ്റെ അച്ഛൻ്റെ അമ്മമാരുടെയും വേണം, പെൺവീട്ടുകാരുടെയും വേണം. ഈ രണ്ട് പേരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ. നിലമ്പൂർ മണലോടിയിൽ യുവദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മണലോടി കറുത്തേടത്ത് രാജേഷ്, ഭാര്യ അമൃത എന്നിവരാണ് മരിച്ചത്. ഇവിടെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മരിച്ചെന്ന് പറഞ്ഞിട്ട് വിവരം തന്നത്. അതിൽ ആ ചെറുക്കൻ വിഷം വയസ്സിലാണെന്ന് പറയുന്നുണ്ട്. പെൺകുട്ടി തൂങ്ങിയതാണ്. ആ കുട്ടീനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടുപേരും മരിച്ചിട്ടുണ്ട്. സമീർ ബിൻ കരീം മലപ്പുറം ചേരും. സമീർ, എപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ചതിൽ ഇവരെ കണ്ടെത്തിയത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുഹൈൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവം അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നിലമ്പൂർ മണലോടിയിലാണ് കറുത്തേടത്ത് രാജേഷ്, ഭാര്യ അമൃത എന്നിവർ മരിച്ചിരിക്കുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവദമ്പതികളാണ്, 2 മാസമേ ആയിട്ടുള്ളൂ. അത് മാത്രവുമല്ല, വീട്ടുകാർ തമ്മിൽ പ്രശ്നവുമാണ്. അതായത് യുവതിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 18 വയസ്സാണ്. ആ പയ്യന്റെ പ്രായം തന്നെ 23 വയസ്സാണ്. എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും പ്രണയത്തിലായിരിക്കാം. അതുകൊണ്ടാണല്ലോ വീട്ടുകാർ അടുപ്പിക്കാത്തത്. പെൺവീട്ടുകാരുമായിട്ടെന്തോ പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയോട് വന്നപ്പോഴേ ഈ ആള്, അതായത് ഈ ആൺചകൻ 23 വയസ്സുകാരൻ, അവൻ ഇതുപോലെ മരിച്ചിരിക്കുന്ന കാണുന്നത്. ഇത് കണ്ടപ്പോൾ ആ പെൺകുട്ടിയും മരിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷം പോയിട്ട് ഇങ്ങനെയുള്ള ചെയ്ത്ത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അധ്വാനിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും എന്ന് പറഞ്ഞാൽ അവനില്ലാത്തതാണ് എല്ലാം ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കാറില്ല, എനിക്ക് ബൈക്കില്ല, എനിക്ക് നല്ല വീടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇതുപോലെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ അധ്വാനിക്കാൻ വേണ്ടി പോവുകയാണ്. ചില ആൾക്കാർക്ക് അധ്വാനമൊന്നുമല്ല. ഈ പയ്യൻ്റെ അടുത്ത് പറ്റിയ ഒരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടും പിന്നെ സാഹചര്യവും ഒക്കെ കണ്ടപ്പോഴേ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് അച്ഛനമ്മമാർ വളർത്തിയൊരു പയ്യനാണ്. 23 വയസ്സുകാരനാണ്. ആ 23 വയസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ അധ്വാനിച്ചിട്ട് അച്ഛനെയും അമ്മയെയും നോക്കി ഒരു കരക്കടുത്തതിന് ശേഷം കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. പക്ഷെ നന്ന ചെറുപ്പത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടില്ലെങ്കിലും ജോലിയില്ലെങ്കിലും പണമില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പ്രണയം വേണം എന്നുള്ള ചില തീരുമാനങ്ങളുണ്ട്. മണ്ടൻ തീരുമാനമാണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇന്നത്തെ അച്ഛനമ്മമാർ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ തൻ്റെ മക്കൾ വഴിതെറ്റി പോകുമോ എന്നുള്ളൊരു ഭയം. അത് പെൺകുട്ടികളുടെ അടുത്താണ് കൂടുതലും മാതാപിതാക്കൾക്കും ഉള്ളത്. കാരണം 18 വയസ്സായി കഴിഞ്ഞാൽ ഇവർ ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. ആരുടെയെങ്കിലും കൂടെ പോകണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ ആരും ജാതിയോ മതമോ ഇതൊന്നുമല്ല നോക്കുന്നത്. പക്ഷേ നമ്മൾ ചാടിപ്പോകുമ്പോഴേ അവന് നമ്മുടെ പോറ്റാനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ അവന് ജീവിക്കാനുള്ള വഴിയുണ്ടോ, അവൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം. ഇപ്പം ഈ പയ്യൻ്റെ കാര്യത്തിൽ ഞാൻ ഇതൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പയ്യൻ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രണയത്തിലുണ്ടായ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. അല്ലാതെ 2 മാസം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ എന്തോ ഒരു പ്രശ്നം ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ ഈ പ്രണയിക്കുമ്പോഴുള്ള ആ ഒരു ആവേശവും ഇതൊന്നും ഒന്നിച്ച് ജീവിക്കുമ്പോൾ കാണില്ല. പ്രണയിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, പ്രണയിക്കുക മാത്രമേ വേണ്ടൂ. അവിടെ ഒന്നും കൊടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പലതും കാണേണ്ടി വരും. നമുക്ക് കിട്ടുന്ന ജോലി പോലും തികയാതെ വരും. ഈ പ്രണയിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നില്ലേ, ചില ഭാര്യമാർ പറയും പ്രണയിക്കുമ്പോൾ എന്തൊരു രസമായിരുന്നു, പ്രണയിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും എന്നെ വിളിക്കും, എന്തൊരു സ്നേഹമായിരുന്നു, എന്തൊരു കരുതലായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവളോടൊന്നും നേരെ ചൊവ്വയെ സംസാരിക്കാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, അവിടെ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പ്രാരാബ്ധമായി, അതായത് കല്യാണം കഴിച്ച് കുട്ടികളായി പിന്നീട് കുടുംബമായി, ഇതൊക്കെ ആയപ്പോഴും നമ്മളെ അവരുടെ ആ ഒരു ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിൽ നമ്മളെ ഈ പഴയ പ്രണയവും കാര്യങ്ങളൊക്കെ മറന്നുപോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രണയം മധുരമാണ്, പ്രണയം സ്നേഹമാണ്, പ്രണയം എല്ലാം ഭയങ്കര മനോഹരമാണ്, ഇതൊക്കെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ദമ്പടിയും കൂടി ഇല്ലെങ്കിലില്ലേ കാര്യം കട്ട പുകയാന്നേ ഞാൻ പറയുള്ളൂ. അതായത് പ്രണയത്തിന് വേണ്ടത് പണം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ പണം ഉണ്ടെങ്കിൽ മാത്രമേ പ്രണയത്തിന് മധുരമുള്ളൂ, പ്രണയത്തിന് മനോഹരതയുള്ളൂ, പ്രണയത്തിന്
പ്രണയത്തിന് ദൂരം താണ്ടാൻ കഴിയുള്ളൂ. കാരണം ഈ പെട്രോൾ അടിക്കണം, ബൈക്ക് ഓടിക്കണമെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും വല്ലതും പോകണമെങ്കിൽ കോഫി ഷോപ്പിൽ പോയി കഴിഞ്ഞാലും അവിടെയും പണം വേണം. അവിടെ പ്രണയമാണ്, മധുരമാണ് എന്നൊന്നും പറഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ 23 വയസ്സും 18 വയസ്സുമുള്ള ഈ 2 പേര് 2 മാസം മുമ്പ് കല്യാണം കഴിച്ചത് തന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അബദ്ധമേ ഞാൻ പറയുള്ളൂ. അതായത് അവർക്ക് 2 പേർക്കും പക്വതയില്ല. അവർ 2 പേരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നെന്താ പറയുന്നത്, ഇതിൻ്റെ വേറൊരു വശവും ചിന്തിക്കാതെ എടുത്തു ചാടുകയാണ് ഉണ്ടായത്. ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രായം അങ്ങനെയാണ്. ഇത് താണ്ടി കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 30 വയസ്സായാലും കല്യാണം കഴിക്കൂല. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഒരു പ്രണയം പൊട്ടിക്കഴിഞ്ഞ് തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പാട്ട് പാടാതെ ഇരിക്കുന്നവനുണ്ട്, പാട്ട് പാടുന്നവനും ഉണ്ട്. ഇതൊന്നും പാടാതെ അതായത് പിന്നീട് അവരെന്ന് പറഞ്ഞാൽ 30 വയസ്സ് വരെ കല്യാണം കഴിക്കൂല. ഒരുപാട് നാൾ കഴിഞ്ഞാൽ അവരിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കും, അയ്യോ അന്ന് കല്യാണം കഴിച്ചിട്ടാണെങ്കിൽ എൻ്റെ ലൈഫ് എന്തായേനെ. കാരണം 23 വയസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് അധ്വാനിച്ചിട്ട്, നമുക്ക് അധ്വാനിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കയ്യിൽ പൈസ വരികയുള്ളൂ. അല്ലാതെ ആരും കൊണ്ടുതരത്തില്ല. ഇന്നുള്ള എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്വർണ്ണക്കരണ്ടിയുമായിട്ട് പറന്നു വീണവരൊന്നും അല്ല. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഗൾഫിലും അവിടെയും എവിടെയും ഒക്കെ പോയിട്ട് എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ഒരു കരക്ക് ജീവിതം അടുപ്പിക്കുന്നത്. അവിടെയാണ് ഈ പ്രണയം മാത്രം മതി, അല്ലെങ്കിൽ നീ എന്നും എൻ്റെ കൂടെ വേണം, എന്നും എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം, ജോലിക്ക് പോലും നീ പോകരുത് എന്നുള്ള തരത്തിലുള്ള പ്രണയങ്ങളെല്ലാം ഉണ്ടാകാം. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് മക്കളെ. പക്ഷേ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രാരാബ്ദവും കുടുംബവും ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ പ്രണയത്തിന് ഒരു മനോഹാരിതയും ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, അതായത് ഈ 2 പേര് ചെയ്തിരിക്കുന്നത് ഒരു വലിയ മണ്ടത്തരമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛനമ്മമാരെ ധിക്കരിച്ചു പോകുമ്പോഴോ അവരുടെ സപ്പോർട്ടില്ലെങ്കിലോ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി പോകും. ഏറ്റവും കൂടുതൽ ഒരു നവദമ്പതികൾക്ക് വേണ്ടത് 2 കൂട്ടരുടെയും സപ്പോർട്ടാണ്. അതായത് ചെറുക്കൻ്റെ അച്ഛൻ്റെ അമ്മമാരുടെയും വേണം, പെൺവീട്ടുകാരുടെയും വേണം. ഈ 2 പേരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായ ഒരു കരയിൽ എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ അതായത് അവർ പൈസ ഒന്നും തരണ്ട, മാനസികപരമായിട്ടുള്ള സപ്പോർട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരുപാട് പണമുള്ള സ്ഥലത്ത് ജീവിക്കണമെന്നോ, ഒരുപാട് പണമുള്ള അച്ഛനോ അമ്മക്ക് പിറക്കണമെന്നോ, നല്ല വലിയ വീടുകളിൽ പിറക്കണമെന്നോ ഇതൊന്നുമല്ല പറയുന്നത്. അവരുടെയെല്ലാം മാനസിക സപ്പോർട്ടുകളും അവരുടെയെല്ലാം പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ ഏതെങ്കിലും ഒരു ഫാമിലി വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നൊക്കെയോ വാർത്തയിൽ കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യം എന്താണ്, എങ്ങനെയെങ്കിലും വന്നിട്ട് കല്യാണം കഴിക്കുക, അതിനുശേഷം ഒരു ചാനൽ തുടങ്ങുക, ആ ചാനലിൽ 2 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100K അടിക്കും. അതോട് കൂടിയിട്ട് കുറച്ച് സബ്സ്ക്രൈബറും വരും, പിന്നെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസയും വരും. പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ വീഡിയോ ഇടും, ഇതാണെങ്കിൽ റീച്ച് ആവില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു പഴയ ആ പ്രണയങ്ങളൊന്നും ഉണ്ടാവില്ല, അതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ഒരുപാട് അടിയുടെ വരാൻ പോകുന്നേ ഉള്ളൂ. ഇനിയും ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇറങ്ങി വരാൻ നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ പറയുകയാണ്, എൻ്റെ മക്കളെ നിങ്ങൾ ഇറങ്ങി വന്നോ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു വകയുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി വന്നോ, ഇല്ലെങ്കിൽ അതായത് ഒരു കാരണവശാലും പ്രണയം മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഇറങ്ങി പോകരുത്. എല്ലാവരുടെയും ഗതി ഇതായി പോകും. കാരണം ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ശീലമല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും റേഡിയോ പിന്നെ TV തുറന്നാൽ അല്ലെങ്കിൽ പത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം കാണുന്നത് ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രണയിക്കുന്നതിന് മുന്നേ തന്നെ ആ ഇറങ്ങി വരുന്ന പെൺകുച്ചിനെ പോറ്റാനുള്ള വഴിയുണ്ടോ, അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അതുപോലെ തന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് അത് നിർബന്ധമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ആ ഒരു സഹോദരനും സഹോദരിക്കും ആദരാഞ്ജലികൾ നേരുന്നു. നന്ദി, നമസ്കാരം.